ഈ ലുക്ക് മാച്ചിങ് ഒക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ 2 ആഴ്ച ചെയ്തു, ഇതും ഗീവ് ഇട്ടു. എനിക്ക് പറ്റില്ല തന്നു. എല്ലാം വരെ ആവുന്നത് അവരിൽ പൈസ ഉണ്ടായിട്ടാണ്. ഒരിക്കലുമല്ല. നിങ്ങളിൽ പൈസ ഇല്ലാണ്ടാണെങ്കിൽ നിങ്ങൾക്ക് ലുക്ക് മാച്ച് ആവാൻ പറ്റും. കാരണം അത് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് നിങ്ങൾ ലുക്ക് മാച്ച് ആക്കുന്നത്. ഒരിക്കലും ഫുഡ് മെയിൻ തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ മൈൻഡ് സെറ്റ്, ഓരോരുത്തന്മാരുടെ മൈൻഡ് സെറ്റ് വെച്ചാണ് ഈ സാധനം നമ്മളുടെ ഫേസും ബോഡിയും വർക്കാവുന്നത്. എന്താണ് ഈ മൈൻഡ് സെറ്റ് എന്നുള്ളത് ഞാൻ അടുത്ത നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബട്ട് നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ള വിഷയം ലുക്ക് മാച്ചിങ് എന്താണ്, ലുക്ക് മാച്ചിങ് എങ്ങനെ ചെയ്യാം, വൃത്തിയായിട്ട് ചെയ്ത് പോകാമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. എന്താണ് ലുക്ക് മാച്ചിങ് എന്നുള്ളത് ഞാൻ ഫസ്റ്റ് തന്നെ പറയാം. നമ്മളുടെ ഫേസിൽ ഓവറോൾ ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മാക്സിമം ലുക്ക് കൊണ്ടുവരുന്നതാണ് നമ്മളുടെ ലുക്ക് മാച്ചിങ് എന്ന് പറയുന്നത്. നമ്മളുടെ ഫേഷ്യൽ സ്ട്രക്ചർ, അതേപോലെ തന്നെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ലുക്ക് മാച്ചിങ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളിപ്പോൾ ലുക്ക് മാച്ചിങ്ങിൽ മെയിൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മോഡൽസിനെ മാറ്റി വെച്ചിട്ട് നമ്മളെ ലുക്ക് മാച്ചിങ് ചെയ്തിട്ട് അയക്കണവരുണ്ട്. ലൈക്ക് ബേബി സ്റ്റിക്കിലിക്ക് ഏകദേശം 17 വയസ്സെങ്ങാണ്ടുള്ളൂ, 17-20 വയസ്സെങ്ങാണ്ടുള്ളൂ. ആ 20 വയസ്സിൽ പുള്ളി 17 വയസ്സ് തുടങ്ങി, പുള്ളി 20 വയസ്സിൽ ലുക്ക് മാച്ച് ആയി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം, എങ്ങനെ നമുക്ക് ലുക്ക് മാച്ചിങ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. നിങ്ങൾ ഫസ്റ്റ് തന്നെ ഷുഗർ കളയുക. ഞാൻ നേരത്തെ വീട്ടിലും പറഞ്ഞിട്ടുണ്ട്, ഷുഗർ കളയുക. ഷുഗർ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക, ജങ്ക് ഫുഡ് കളയുക. ഓക്കെ, ഇനി നമുക്ക് നേരെ പോയിന്റിലേക്ക് കിടക്കാൻ പോകും. നിങ്ങൾ ഒരു ദിവസം ഈ ഒരു റൊട്ടീൻ ഫോളോ ചെയ്ത് പോകും. വൈകുന്നേരം എക്സസൈസ്, രാവിലെ റണ്ണിങ്, ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് പോകും. അത് കഴിഞ്ഞ് നിങ്ങൾ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഗീവ് അപ്പ് ചെയ്യും. ഒരു റിസൾട്ട് പോലും കാണില്ലാത്തവർ നിങ്ങൾക്ക് ഗീവ് അപ്പ് ചെയ്യും. പക്ഷേ ഗീവ് അപ്പ് ചെയ്യരുത്. ഇതാണ് ഇന്നത്തെ മെയിൻ കുഴപ്പം. നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഇല്ലാണ്ട് നിങ്ങൾ മോട്ടിവേഷൻ ഉണ്ടാക്കണം. കാരണം മ്യൂസിക്, ചിലവരൊക്കെ റണ്ണിങ്ങിന് പോകുമ്പോഴും മ്യൂസിക് ഇട്ടുകൊണ്ട് പോകുന്നത്. ഇപ്പം ഞാനായി തന്നെ, ഞാൻ റണ്ണിങ്ങിന് പോകുമ്പോൾ മ്യൂസിക് ഇട്ടാണ് കേൾക്കുന്നത്. പക്ഷെ നമ്മളുടെ മൈൻഡിലാണ് മോട്ടിവേഷൻ വരുന്നത്, നോട്ട് മ്യൂസിക്. മ്യൂസിക്കിൽ കൂടെ മോട്ടിവേഷൻ വരുന്നത് ടെമ്പററി ആയിരിക്കും. മൈൻഡിൽ മോട്ടിവേഷൻ നമ്മൾ വളർത്തിയെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു മോട്ടിവേഷൻ ടെമ്പററി അല്ല, അതൊരിക്കലും അത് പെർമനൻറ്റ് മോട്ടിവേഷൻ ആയിരിക്കും. നിങ്ങൾ എവിടെ പോയി തളർന്നിരുന്നാലും ആ ഒരൊറ്റ കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായാൽ മതി, നിങ്ങളുടെ പെർമനൻറ്റ് മോട്ടിവേഷൻ. ആ പെർമനൻറ്റ് മോട്ടിവേഷൻ നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളെ ഉയർത്തിയെടുക്കും. അതാണ് നിങ്ങളുടെ ആ ഒരു പെർമനൻറ്റ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ ഒരു ടെമ്പററി മോട്ടിവേഷനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ ഇതാണ് ലുക്ക് മാച്ചിങ്ങിലെ മെയിൻ ഒരു കാര്യം. നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ നോക്കും. കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഏറ്റവും റിസൾട്ട് തരും. കാരണം കാര്യം കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തു, അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. കാരണം മിനിമം എനിക്ക് ആകെ എടുത്തത് ഒരു മന്ത് എനിക്ക് എടുത്തു. ഒരു മന്തിനുള്ളിൽ എനിക്ക് നല്ല റിസൾട്ട് എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ ഒരു കാര്യം കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യണം. നമുക്കൊരു ഗീവ് അപ്പ് ചെയ്യരുത്. നിങ്ങൾക്കപ്പോൾ മോട്ടിവേഷൻ ഇല്ല, ഇന്ന് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിക്കുക, ഇന്നലെ ചെയ്തു, ഇന്ന് തന്നെ ചെയ്താണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇന്നലെ നിങ്ങൾ വർക്കൗട്ട് ചെയ്തു, ഇന്ന് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ഇന്ന് തോന്നുന്നു വർക്കൗട്ട് ചെയ്യണം, പക്ഷേ ചെയ്യണം. അതാണ് നമ്മളുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ആ സാധനം നമ്മൾ വളർത്തിയെടുത്താൽ ഞങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ലുക്ക് മാച്ചിങ് ടിപ്സും അതേപോലെ മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക.